ഹായ്, അപ്പോൾ നെസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു ഷൂട്ടിന് വേണ്ടി പോവുകയാണ്. നെസ്റ്റ ഹാൻഡ്ലൂംസിൻ്റെ ഒരു ഷൂട്ടാണ്. അത് ഫസ്റ്റ് ആനിവേഴ്സറി ആവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസും നമ്മുടെ ക്യാമറയും സാധനങ്ങളും ലൈറ്റും എല്ലാം എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ അങ്ങോട്ട് പോയിട്ട് കാണാം. കുറേ നേരമായി നമ്മൾ പോകാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ എല്ലാവരും വെയിറ്റിംഗിലാണ്. അഭിയൊക്കെ കുറെ നേരമായിട്ട് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു. കണ്ട ഇറങ്ങി നിന്നപ്പോഴത്തേക്കാണ് അയ്യോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞോണ്ടിരിക്കണേ ചെയ്ത് കഴിഞ്ഞ്. അപ്പൊ അവര് കുറച്ച് പേര് കാറിനകത്ത് കയറി. അപ്പൊ അവര് അതിൽ കയറി. ഇനി ഞാനും അഭിയും കൂടെ സ്കൂട്ടിയിലാണ് പോകുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ എപ്പോഴും കാറും കൊണ്ട് പോകാൻ പറ്റില്ല, പാടാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഹാൻഡ്ലൂംസിൽ എത്തി. ഇതാണ് നമ്മുടെ നെസ്റ്റ ഹാൻഡ്ലൂംസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷൂട്ടിന് വേണ്ടി വന്നതാണ്. അഭി താണ്ടിരുന്ന് ജിമ്പലൊക്കെ സെറ്റ് ചെയ്തു. നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്ന 2 പേരുണ്ട്. ഒന്ന് ലക്ഷ്മിയും ഒന്ന് സാന്ദ്രയും. അതെ തന്നെ, ലക്ഷ്മി വെറുതെ വന്നതാണ്. പക്ഷെ സാന്ദ്ര നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താണ് നടക്കുന്നത്? അത് തന്നെ, ഇങ്ങനെയാണെ ശരിയാവൂല. ഇത് ഇങ്ങനെ ശരിയാവൂല. ജോലി കഴിഞ്ഞിട്ട് പിന്നടിച്ച് വീട്ടിൽ കൊണ്ടുപോകണ കാണരുത്. അപ്പൊ നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റിംഗ് ആയി. ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞാണ് അഭി, അത് ചെയ്തോണ്ടിരിക്കണേ ഉള്ളു. ജിമ്പല് കാലിബ്രേറ്റ് ചെയ്യാൻ ടൈം എടുക്കും. സാന്ദ്ര ഉണ്ടോ ക്യാമറയുടെ ഫ്രണ്ടിൽ ചുമ്മാ വന്നിരിക്കണേണ്, ഒരു പണിയും ചെയ്തില്ല. അപ്പൊ എന്തായാലും അതിനിടയ്ക്ക് അവിടെ സെയിൽസ് എന്തായാലും നടക്കുന്നുണ്ട്, കാര്യങ്ങള് മുറയ്ക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമ്മള് സോഫ്റ്റ് ബോക്സും ഈ സാധനത്തിന്റെ പേരെന്തായിരുന്നു മറന്നുപോയി. ഗ്ലോബ് എന്നല്ല, എന്തായിരുന്നു മറന്നുപോയി. ഡോം അല്ലേ? അത് തന്നെ കുഴപ്പം. എന്തെങ്കിലും നമ്മൾ മറന്നുപോയി. ഓക്കെ, ശരി. അപ്പം ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സെറ്റപ്പ് അറേഞ്ച്മെന്റ് എല്ലാം കഴിഞ്ഞ് ഇനി ലൈറ്റപ്പ് ചെയ്താൽ മാത്രം മതി. അവിടെ റിഹേഴ്സൽ കാണാം. ലാൻഡേൺ സോഫ്റ്റ് ബോക്സ്. ഓക്കെ, അപ്പോൾ പറഞ്ഞേ സോഫ്റ്റ് ബോക്സ് തന്നെ ലാൻഡേൺ സോഫ്റ്റ് ബോക്സ് എന്ന് പറയും. നമ്മൾ ഡോം ലൈറ്റ് എന്നോ ഡോം സോഫ്റ്റ് ബോക്സ് എന്നൊക്കെ വിളിക്കും, വെറുതെ കാണാം. ഇനി ഗ്ലോബ് എന്ന് പറഞ്ഞ് തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വർക്കിലേക്ക് കൊണ്ട് പോവാം. ഇനി എല്ലാം ബി റോൾ കണക്ക് കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാധനങ്ങളെല്ലാം മാറ്റി പറക്കി മാറ്റി. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എല്ലാം നമ്മൾ കാറിനകത്ത് കയറ്റിയിട്ടുണ്ട്. അഭി ലാസ്റ്റ് ആ ജിമ്പിൽ വെക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങോട്ടാണ് മഹി? ഇനി മന്തി കഴിക്കാൻ പോകണമെന്നാണ് മഹി. നമുക്ക് മന്തി സ്പോൺസർ ചെയ്ത് ഒരു മന്തി കഴിക്കാൻ വേണ്ടി പോണ പോക്കാണ്. ഒരു വണ്ടി ആള്, ഇനി 2 പേരും 3. ശരിയാണ്, ദോണ ആദ്യം പോയി സീറ്റ് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ നമ്മൾ സ്ഥിരം മന്തി കഴിക്കാൻ വരുന്ന കടയാണ് ജഹ്റൽ മന്തി. അതെനിക്ക് ഫുഡ് വരും. വീഡിയോ എടുക്കാൻ വലിയ പാടാണ്. ആര് വീഡിയോ എടുക്കും? ഫുഡ് കഴിക്കാൻ നേരത്തിന് ആര് വീഡിയോ എടുക്കും? അത് നമുക്ക് അമനെ ഏൽപ്പിക്കാം. അല്ലേടാ അമൻ? ഫുഡ് കഴിക്കുമ്പോ എടുത്തോളൂ. വീഡിയോ എടുക്കണേ. ഇത് കണ്ട ഒരു പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് കാണിക്കണം നോക്കിയാണ്. അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരിക്കുന്ന ആരും പ്ലേറ്റിൽ ഒരു കുഴപ്പമില്ല. കണ്ട മര്യാദയ്ക്ക് ഇരിപ്പുണ്ട്. ഇവന് മാത്രം ഇത്രയും പ്രായമായി
2 മാസം കൂടെ കഴിയുമ്പോൾ എൻഗേജ്മെന്റ് ആണ്. കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. ആ ഈ സാധനം വന്നു. ഈ സോസ് അല്ല, തക്കാളിയും മുളകും അച്ചാറും എന്തോ സാധനമല്ലേ ഇത്. കല്യാണവും കഴിഞ്ഞ് ഒരു കൊച്ചുമായി എന്നിട്ടും കാണിക്കണതൊക്കെയാണ്. അത് മഹിയ, ഇത് വരച്ചത് മഹിയാണ്, ഞാനൊന്നുമല്ല വരച്ചത്. ആ പടം കലാസൃഷ്ടി കഴിഞ്ഞിട്ട് ഇതും കൂടെ വയ്ക്കണേ അതിനകത്തോട്ട്. അപ്പൊ കിരണാണ് സെർവ് ചെയ്യുന്നത്. സാധനം വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. നമുക്ക് എടുത്ത് വെച്ച് അതിന് മുമ്പ് വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈമൊന്നും കിട്ടിയില്ല. അത് തന്നെ വേണ്ട. ആ ഇരിക്കുന്ന 2 പേര് ഇത്രയും അഭിയുണ്ടോ, ഒന്നും അറിഞ്ഞുവിടാത്ത കൊച്ചിനെ കണക്കിരിക്കണം. നിന്റെ ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ വലത് കൈ കാണിക്കും. റൈറ്റ് കണ്ട. എന്നിട്ട് പൊളിച്ചിരുന്ന് കഴിക്കണം. വേണ്ട, വേറെ അടുത്ത് കഴിക്കാണ്. ഇങ്ങോട്ട് നോക്കാം, മുഖം കാണണ്ടെന്ന് വിചാരിച്ചിട്ട് പൊളിച്ചിരുന്ന് കഴിക്കണം. ഇനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമുള്ള അപ്ഡേറ്റ് മാത്രമേ കാണൂ. സാന്ദ്ര ഒന്നും അറിഞ്ഞിടാത്ത കണക്കിരിക്കുകയാണ്. സാന്ദ്ര ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, ഇന്നും വന്നാന്ന്. എനിക്കിപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കഴിക്കുന്നെടുക്കാനാണ് എളുപ്പം അല്ലേ. ഒന്നും അറിഞ്ഞില്ല ഇതിനാണ്. ഫ്രണ്ട് ഇരിക്കണം എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. അഭിയൊന്നും തിരിഞ്ഞു പോലും നോക്കണില്ല. ഇത്രേ നേരം നമ്മളെ വീഡിയോ എടുത്ത് നമ്മൾ അലിമ്പാക്കിക്കൊണ്ടിരുന്ന ജോർജ് ചേട്ടന്റെ ഫുഡ്. അതെ, ഇതിപ്പോ 2ാമത്തെ പ്ലേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും അഭിയും കൂടെ നേരത്തെ മീഡിയയിലെത്തി. പക്ഷെ സംഭവം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിനിടയ്ക്ക് മാഹിക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവനും നമ്മളെ കൂട്ടത്തിൽ ബാക്കി വന്നവരെല്ലാവരെയും കൂടെ ആ കാറിൽ കയറ്റി അങ്ങ് വിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലിഞ്ഞ് വന്നു. ഇല്ല, അവർ പോരും. പക്ഷെ അങ്ങനെ നമ്മളിവിടെ വന്ന് ഇങ്ങനെ അകത്ത് കയറാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തെന്ന് വെച്ച് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർക്കിന് പോയപ്പോഴും അവൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാൻ നേരം നമ്മൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് അഭി വണ്ടിയിൽ വന്നു, ഇവിടെ ലോക്ക് ചെയ്തു. എന്നിട്ട് താക്കോല് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് 2 പേരും കൂടെ വന്നു. സംഭവം നോർമലി ഞാൻ താക്കോല്, എൻ്റെ താക്കോല് വെക്കുന്നത് ഈ ബാഗിൻ്റെ അകത്താണ്. അത് ഈ ബാഗിൻ്റെ അകത്താണ് വെക്കുന്നത്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ ബാക്ക് പാക്ക് ഉള്ളതുകൊണ്ട് ഈ ബാഗും കൂടെ അകത്ത് വയ്ക്കും. കാരണം മഴയെ കൂടെ ആയതുകൊണ്ട് ഇത് തൂക്കൂല ഇപ്പം പോണ വഴിക്ക്. അപ്പം പൂട്ടിയിട്ട് താക്കോല് ആ ബാഗിൻ്റെ തന്നെ കിട്ടും. പിന്നെ ഇവിടെ പൂട്ടിയത് ഇവിടെ സാന്ദ്രയുടെ ഒരു താക്കോലുണ്ട്, അതിട്ടാണ് അമ്മൻ പൂട്ടിക്കൊണ്ട് ഇറങ്ങി വന്നത്. എൻ്റെ താക്കോല് ബാക്ക് പാക്കിൻ്റെ അകത്തും അമ്മൻ പൂട്ടിക്കൊണ്ടിരുന്ന താക്കോല് അവൻ്റെ കയ്യിലായി പോയി. അത് സംഭവം അത് ഓർത്തില്ല. അങ്ങനെ നമ്മൾ 2 പേരും കൂടെ ഇവിടെ വന്ന് ആവശ്യമായിട്ട് വന്നതാണ്. ഇപ്പൊ പോസ്റ്റ് ആയിട്ട് അപ്പോഴത്തേക്ക് അവർ വരും. അധികം താമസമില്ല, 10 മിനിറ്റ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി അയക്കാനുള്ളതൊക്കെ ബില്ലൊക്കെ അയച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കും. ഇനി അവർ വരട്ടെ, ബാക്കി വന്നിട്ട് നോക്കാം. അങ്ങനെ ഫൈനലി ഒരു 10-15 മിനിറ്റിന് ശേഷം അവൻ വരികയാണ്. താക്കോലും കൊണ്ട് പോയേക്കണം, വേഗം വാങ്ങിട്ട് വാടാഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്ന് വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ മറന്നുപോയി. ഇപ്പൊ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന കാര്യം, നമ്മൾ ജിമ്മിൽ വന്നു. കുറെ ദിവസം കൊണ്ട് ജിമ്മിൽ സ്കിപ്പ് ചെയ്യണം. 6 ദിവസമായി. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ജിമ്മിൽ വന്നു. സത്യം പറഞ്ഞ ഇടയ്ക്ക് വെച്ച് ഓർത്തതാണ്, നമ്മൾ അവിടെ ഇരുന്ന മറന്നുപോയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പോയി. അപ്പോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കാരണം ഇനിയും വിട്ടാൽ ചിലപ്പോൾ ഇനി നാളെ എടുക്കാൻ പറ്റുള്ളൂ. സൗണ്ട് കൂടുതലാണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഓക്കെ.